എന്തുകൊണ്ടാണ് പുരാതന ക്ഷേത്രങ്ങൾക്ക് കിഴക്കോട്ട് ദർശനമുള്ളത്? ദ മിസ്റ്ററി ഓഫ് ദ റൈസിംഗ് സൺ. ലോകത്തിലെ അനേകം പുരാതന ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ എന്തുകൊണ്ടാണ് കിഴക്കോട്ട് ദർശനത്തോടെ നിർമ്മിച്ചിരിക്കുന്നത്? സൂര്യനെ ആരാധിക്കാനാണോ? അല്ല. പുരാതന ആത്മീയ പാരമ്പര്യങ്ങൾ സൂര്യനെ വെറും ഒരു നക്ഷത്രം മാത്രമായല്ല കണ്ടത്. അത് ബോധോദയത്തിൻ്റെ പ്രതീകമായിരുന്നു. അത് ബോധോദയത്തിൻ്റെ പ്രതീകമാണ്. ഓരോ പ്രഭാതവും ഉദിക്കുന്ന സൂര്യൻ മനുഷ്യനോട് ഒരു നിശബ്ദ സന്ദേശം പറയുന്നു: ഇന്നും ഉണരൂ, ഇന്നും വളരൂ, ഇന്നും പ്രകാശമാകൂ. അതിനാൽ ക്ഷേത്രത്തിൻ്റെ ദിശ വെറും നിർമ്മാണ ശാസ്ത്രമല്ല, അത് ആത്മാവിൻ്റെ യാത്രയുടെ പ്രതീകമാണ്. എന്തുകൊണ്ടാണ് കിഴക്കോട്ട് ദർശനത്തോടെ എല്ലാ പുണ്യസ്ഥലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്? സൂര്യനെ ആരാധിക്കാനാണോ? അല്ല. പുരാതന ആത്മീയ പാരമ്പര്യങ്ങൾ സൂര്യനെ വെറുമൊരു നക്ഷത്രം മാത്രമായല്ല കണ്ടത്. അത് ബോധോദയത്തിൻ്റെ പ്രതീകമാണ്. അത് ബോധോദയത്തിൻ്റെ പ്രതീകമായിരുന്നു. ഓരോ പ്രഭാതവും ഉദിക്കുന്ന സൂര്യൻ മനുഷ്യനോട് ഒരു നിശബ്ദ സന്ദേശം പറയുന്നു: ഇന്നും ഉണരൂ, ഇന്നും വളരൂ, ഇന്നും പ്രകാശമാകൂ. അതിനാൽ ക്ഷേത്രത്തിൻ്റെ ദിശ വെറും നിർമ്മാണ ശാസ്ത്രമല്ല, അത് ആത്മാവിൻ്റെ യാത്രയുടെ പ്രതീകമാണ്. ഒരു ചെറിയ താമരമുട്ട് രാത്രിയിൽ തടാകത്തിൽ ഇരുന്ന് പറഞ്ഞു: എനിക്ക് എന്തുകൊണ്ട് വിരിയാൻ കഴിയുന്നില്ല? അടുത്തിരുന്ന ഒരു വൃദ്ധ ഹംസം പറഞ്ഞു: ക്ഷമയോടെ കാത്തിരിക്കൂ, സൂര്യൻ വരും. അല്പസമയത്തിന് ശേഷം കിഴക്കൻ ആകാശം സ്വർണ്ണ നിറമായി. ആദ്യ സൂര്യകിരണം താമരയെ സ്പർശിച്ചു. പതുക്കെ അത് വിരിയാൻ തുടങ്ങി. ഹംസം പുഞ്ചിരിച്ചു. സൂര്യൻ പൂവിനെ മാറ്റിയില്ല, അതിൻ്റെ ഉള്ളിലെ സൗന്ദര്യത്തെ ഉണർത്തി. സൂര്യൻ പൂവിനെ മാറ്റിയില്ല, അതിൻ്റെ ഉള്ളിലെ സൗന്ദര്യത്തെ പുറത്തെടുത്തു. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു താമരയുണ്ട്. ജ്ഞാനം, കരുണ, സ്നേഹം, സേവനം ഇവയെല്ലാം വിരിയാനായി കാത്തിരിക്കുന്നു. ആത്മീയ പഠനവും ധ്യാനവും ആ സൂര്യപ്രകാശം പോലെയാണ്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു താമരയുണ്ട്. ജ്ഞാനം, കരുണ, സ്നേഹം, സേവനം ഇവയെല്ലാം വിരിയാനായി കാത്തിരിക്കുന്നു. ആത്മീയ പഠനവും ധ്യാനവും ആ സൂര്യപ്രകാശം പോലെയാണ്. അത് പുറത്തുനിന്ന് ഒന്നും നൽകുന്നില്ല, ഉള്ളിലുള്ള മഹത്വത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. പ്രതിദിനം ഒരു പുതിയ ഉദയമാണ്. ഇന്നലെ ചെയ്ത തെറ്റുകൾ, നിരാശകൾ, പരാജയങ്ങൾ ഇന്നത്തെ സൂര്യോദയത്തെ തടയുന്നില്ല. ഓരോ പ്രഭാതവും ആത്മാവിന് പുതിയൊരു അവസരമാണ്. പ്രതിദിനം ഒരു പുതിയ ഓരോ ഉദയമാണ്. ഇന്നലെ ചെയ്ത തെറ്റുകൾ, നിരാശകൾ, പരാജയങ്ങൾ ഇന്നത്തെ സൂര്യോദയത്തെ തടയുന്നില്ല. ഓരോ പ്രഭാതവും ആത്മാവിന് പുതിയൊരു അവസരം നൽകുന്നു. നാളെ രാവിലെ സൂര്യോദയം കാണാൻ ശ്രമിക്കൂ. 2 മിനിറ്റ് നിശബ്ദമായി നിൽക്കൂ. മനസ്സിൽ പറയൂ: എൻ്റെ ഉള്ളിലെ പ്രകാശം ഇന്ന് കൂടുതൽ വിരിയട്ടെ. എൻ്റെ ഉള്ളിലെ പ്രകാശം ഇന്ന് കൂടുതൽ വിരിയട്ടെ. സൂര്യൻ ഭൂമിയെ മാത്രമല്ല പ്രകാശിപ്പിക്കുന്നത്, ഉണരാൻ തയ്യാറായ ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. പുരാതന ക്ഷേത്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും എന്തുകൊണ്ടാണ് പലപ്പോഴും കിഴക്കോട്ട് ദർശനത്തോടെ നിർമ്മിച്ചിരിക്കുന്നത്? സൂര്യോദയത്തിന് പിന്നിലെ ആത്മീയ പ്രതീകവും മനുഷ്യബോധത്തിൻ്റെ ഉണർവുമായി അതിനുള്ള ബന്ധവും
നമുക്ക് മനസ്സിലാക്കാം. To the Supreme Being of God, Bodhisattva Mahaguruji Mailing, Mahatma Chivakokshi, Ma Charlotte Anderson, all the spiritual teachers, all the gurus, saints, sannyas, and holy masters and holy angels, archangel, healing masters, ministers, supervisors, spiritual helpers, being of lights, thank you for your divine guidance, divine peace, divine love, divine intelligence, and divine illumination. In full faith, we thank you. Atma Namaste, Master Chivakokshi. I, the soul, salute the divinity in you. I, the soul, salute the spiritual teacher in you. I, the soul, am super conductive, super receptive on all levels to the divine energies, blessing passing through you, Master. Yes, Master. Thank you, Master. With the deepest gratitude, respect, and love, in full faith, we thank you. Atma Namaste, Ma Charlotte. I, the soul, I salute the divinity in you. I, the soul, salute the spiritual teacher in you. I, the soul, I salute the Ma in you. I, the soul, am super conductive, super receptive on all levels to the divine energies, blessing passing through you, Master. You, Ma Charlotte. Thank you, Ma Charlotte. Atma Namaste. Thank you.